മുൻപത്തെ ഭാഗത്ത് നമ്മൾ കണ്ടു, അതായത് ഭവാനിയും ഹർഷവർദ്ധനും പുറത്തു പോകുന്നതിന് മുമ്പ് മരുമക്കൾ ചെയ്ത തെറ്റിന് പകരമായി ശിക്ഷ എന്ന രീതിയിൽ ചെടിയിൽ വെള്ളമൊഴിക്കാൻ പറയുന്നു. അതും വെറുതെ ഒഴിക്കുകയല്ല, അതിന്റെ വേര് വരെ നനവ് എത്തണം എന്നും പറഞ്ഞിരുന്നു. അവർ രണ്ടുപേരും വേര് വരെ നനഞ്ഞു എന്ന് നോക്കാൻ ചെടി പിഴുതെടുത്ത് നോക്കുന്നു. വേര് വരെ നനവ് എത്തുന്നില്ല എന്ന് കണ്ട് ഓരോ ചെടിയും പിഴുതെടുത്ത് അതിന്റെ വേരടക്കം വെള്ളത്തിൽ മുക്കി ഒരു ഭാഗത്ത് മാറ്റിവെക്കുന്നു. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് തമാശയുള്ള മരുമക്കൾ ഭാഗം 4-ൽ കാണാം. ചെടികളിലെല്ലാം വെള്ളമൊഴിച്ചതിനു ശേഷം ലളിത ലാവണ്യ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ പുറത്തുള്ള ലോണിൽ പോയി ബോൾ കൊണ്ട് കളിക്കുന്നു. അങ്ങനെയിരിക്കുമ്പോൾ ഒരു ഡെലിവറി ബോയ് ഗേറ്റിൽ വരുന്നു. ഭവാനി മാഡം, ഭവാനി മാഡം. ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെലിവറി ബോയ്. ഇത് കേട്ട് ലളിത ലാവണ്യ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഭവാനി മാഡത്തിന്റെ വീട് ഇത് തന്നെയല്ലേ? അതെ, ഇത് തന്നെയാണ്. അമ്മ ഇപ്പോൾ ഇവിടെയില്ല. മക്കളെ, ഈ വീട്ടിൽ നിന്ന് പിസയ്ക്ക് ഓർഡർ വന്നിരുന്നു. ഇതാ പിസ്സ. ഇത് വീട്ടിൽ കൊണ്ടുപോയി ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കൊടുക്ക്. ഇങ്ങനെ പറഞ്ഞ് ആ പിസ്സ അവർക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. അമ്മായി പുറത്തു പോയപ്പോൾ നമ്മുടെ വിശപ്പിനെ പറ്റി ഓർത്ത് നമുക്ക് വേണ്ടി കൊടുത്തുവിട്ടതാണെന്ന് ലളിതയും ലാവണ്യയും വിചാരിക്കുന്നു. നമ്മളോട് നമ്മുടെ അമ്മായിക്ക് എന്തൊരു സ്നേഹമാണല്ലേ മോളെ? അതെ ചേച്ചി, ചേച്ചി പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ വലുതായാൽ അമ്മായിയെ നന്നായി നോക്കണം. ഇങ്ങനെ അമ്മായിയെ പുകഴ്ത്തി ആ പിസ്സ കഴിക്കുന്നു. അപ്പോഴാണ് ഡെലിവറി ബോയ്ക്ക് ഒരു കോള് വരുന്നത്, പിസ്സ ഡെലിവർ ആയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോഴാണ് ഡെലിവറി ബോയ് അഡ്രസ് തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ അയാൾ പേടിച്ച് വികൃതികളായ മരുമക്കൾ ലളിതയും ലാവണ്യയുടെയും അടുത്തേക്ക് പോകുന്നു. പക്ഷെ അപ്പോഴേക്കും അവർ ആ പിസ്സ കഴിച്ചു തീർന്നിട്ടുണ്ടാകും. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അവർ. മക്കളെ, നിങ്ങൾ പിസ്സ കഴിച്ചോ? ആ അങ്കിൾ, ഞങ്ങൾ കഴിച്ചു. ഞങ്ങളുടെ അമ്മായി ഞങ്ങൾക്ക് തരാൻ വീണ്ടും കൊടുത്തു വിട്ടതാണോ? അതെ ലളി, അതുകൊണ്ടാകും അങ്കിൾ തിരിച്ചു വന്നത്. അങ്കിളിന്റെ മുഖം കണ്ടിട്ട് വേറെ ആരോ ഓർഡർ ചെയ്ത പിസ്സ നമുക്ക് തെറ്റി തന്ന പോലെ ഉണ്ടല്ലോ. അതെ മക്കളെ, നിങ്ങളുടെ അയൽക്കാരായിരുന്നു അത് ഓർഡർ ചെയ്തത്. ഞാനത് തെറ്റി നിങ്ങൾക്ക് തന്നു. എൻ്റെ പിസ്സ എനിക്ക് തിരിച്ചു തരൂ. അവരാണെങ്കിൽ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഡെലിവറി ബോയുടെ സംസാരം കേട്ട് ആദ്യം അവരൊന്ന് പേടിച്ചു പോകുന്നു. പിന്നെ ആലോചിച്ചപ്പോൾ തന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് അവർ മനസ്സിലാക്കുന്നു. എന്നിട്ട് അയാളോട് ഒച്ചയിട്ട് സംസാരിക്കുന്നു. ഇത് നല്ല കാര്യമായി പോയല്ലോ. ഞങ്ങൾ നിങ്ങളെ വിളിച്ചോ? ഇല്ല. ഞങ്ങൾക്ക് തരാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടോ? ഇല്ല. തന്നില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയോ? ഇല്ല. ഞങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിന് പിസ്സ തിരിച്ചു തരണം? പിസ്സ നിങ്ങൾ കഴിച്ചില്ലേ? അതുകൊണ്ടാണ് അത് തിരിച്ചു തരാൻ പറയുന്നത്. ഞങ്ങളുടെ അമ്മായി ഞങ്ങൾക്ക് വേണ്ടി കൊടുത്തു വിട്ടതാണെന്ന് കരുതി ഞങ്ങൾ അത് കഴിച്ചു. അഡ്രസ് നോക്കാതെ കൊടുത്തത് ഞങ്ങളുടെ പ്രശ്നമല്ലല്ലോ. ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങൾ കഴിക്കുമായിരുന്നോ? അപ്പോൾ തെറ്റ് നിങ്ങളുടെ മാത്രമാണ്. എന്നിട്ടും നിങ്ങൾക്കത് തിരിച്ചു വേണമെന്നാണെങ്കിൽ ഞങ്ങൾ അത് ഛർദ്ദിച്ചു തരാം. അത് തന്നെ, നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി തരാം. അങ്ങനെയാണെങ്കിൽ ഈ പിസയുടെ കാര്യത്തിൽ പറ്റിയ തെറ്റിനുള്ള ശിക്ഷയായി കണക്കാക്കിയാൽ മതി. ഈ പിസയുടെ പണം കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. അവർ രണ്ടുപേരും ഒന്നും മിണ്ടാതെ പോയി ഗേറ്റ് ലോക്ക് ചെയ്ത് അവരുടെ കളി തുടരുന്നു. അങ്ങനെ 2 മണിക്കൂർ കഴിയുന്നു. ഇപ്പോഴും ഡെലിവറി ബോയ് ഒരു അനക്കവുമില്ലാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോഴാണ് ആ വഴി ഐസ്ക്രീം വിൽക്കുന്ന ഒരാൾ പോകുന്നത്. ഐസ്ക്രീം, ഐസ്ക്രീം, ഐസ്ക്രീം വെറും 10 രൂപയ്ക്ക്. ഇത് കേട്ടപാടെ ലളിത ലാവണ്യക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നു. പക്ഷേ അവരുടെ അടുത്ത് പണവുമില്ല. അമ്മായിയാണേൽ ഇതുവരെ വന്നിട്ടുമില്ല. ഐസ്ക്രീം വിൽക്കുന്നയാളാണെങ്കിൽ ഒച്ചയിൽ ഐസ്ക്രീം എന്ന് വിളിച്ചു പറഞ്ഞ് അവിടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ലളി, അമ്മായിയുടെ വീട്ടിൽ പോകാൻ നേരം അച്ഛൻ നിനക്ക് പണം എന്തെങ്കിലും തന്നിരുന്നോ? ഇല്ല ചേച്ചി. ചേച്ചി എന്താ ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത്? അത് എനിക്കിപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നുണ്ട്. നമ്മുടെ കയ്യിൽ പണമുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഐസ്ക്രീം കഴിക്കാമായിരുന്നല്ലോ. അതുകൊണ്ടാ ചോദിച്ചത്. അയ്യേ, അതാണോ കാര്യം? ആരേലും പണം കൊടുത്ത് ഐസ്ക്രീം കഴിക്കുവോ? പണം കൊടുക്കാതെ എങ്ങനെ കഴിക്കാന്ന് കണ്ടോ? ചേച്ചി ബെറ്റ് വെക്കാനുണ്ടോ? ഓക്കെ, ശരി, ഞാൻ ബെറ്റ് വെക്കാം. ഞാൻ തോറ്റാൽ നീ പറയുന്നതൊക്കെ ഞാൻ ചെയ്യാം. അപ്പൊ നീ തോറ്റാലോ? ചേച്ചി പറയുന്നതെല്ലാം ഞാനും അനുസരിക്കും. അങ്ങനെ പറഞ്ഞ് ഐസ്ക്രീം വിൽക്കുന്ന ആളെ വിളിക്കുന്നു. അയാൾ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. പറ മോളെ, ഏത് ഐസ്ക്രീമാ വേണ്ടേ? അങ്ങനെ ഇന്ന ഫ്ലേവർ എന്നൊന്നുമില്ല.
എനിക്ക് ഒരുപാട് വേണം. അങ്കിൾ ഇങ്ങനെ തന്നോണ്ടിരുന്നോളൂ. പണം ഞാൻ അവസാനം തരാം. ഇത് കേട്ടതും ഐസ്ക്രീം വിൽക്കുന്ന ആൾക്ക് സന്തോഷമാകുന്നു. അയാൾ അവർക്ക് ഐസ്ക്രീം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. എല്ലാ ഐസ്ക്രീമും തീർന്നു. അപ്പോൾ അയാൾ അവരോട് പണം ചോദിക്കുന്നു. ചേച്ചി, ഞാൻ ജയിച്ചു. ഇനി ഞാൻ എന്ത് പറഞ്ഞാലും ചേച്ചി അതനുസരിക്കണം. പണം മാത്രം ചോദിക്കണ്ട. അതല്ലാതെ വേറെ വല്ലതുമാണേ ചോദിച്ചോ. അവർ രണ്ടുപേരും അതും പറഞ്ഞ് അടികൂടാൻ തുടങ്ങുന്നു. ഇതെല്ലാം കണ്ട് ഡെലിവറി ബോയ് ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഐസ്ക്രീം വിൽക്കുന്ന ചേട്ടൻ ഇതെല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഡെലിവറി ബോയുടെ അടുത്ത് പോയി നിൽക്കുന്നു. വീണ്ടും ഒരു 2 മണിക്കൂർ കടന്നു പോകുന്നു. അപ്പോൾ അതുവഴി പാനിപ്പുരി വിൽക്കുന്ന ഒരാൾ വരുന്നു. അയാളുടെ കയ്യിലുള്ള മുഴുവൻ പാനിപ്പുരിയും ഈ വികൃതികളായ മരുമക്കൾ കഴിക്കുന്നു. കാശിനു വേണ്ടി അയാളും ഐസ്ക്രീം വിൽക്കുന്ന ചേട്ടന്റെ അടുത്ത് പോയി നിൽക്കുന്നു. അടുത്തത് സമൂസ വിൽക്കുന്ന ആളാണ് വരുന്നത്. അയാളുടെ മുഴുവൻ സമൂസയും അവർ കഴിക്കുന്നു. അയാളും കാശിനു വേണ്ടി പാനിപൂരി വിൽക്കുന്ന ആളുടെ അടുത്ത് നിൽക്കുന്നു. വൈകുന്നേരമായപ്പോൾ ഭവാനിയും ഹർഷവർദ്ധനും തിരിച്ചെത്തുന്നു. വീടിനു മുന്നിലെ ആളുകളെ കണ്ട് ഷോക്കാകുന്നു. ഭവാനി, ആരാ ഇതൊക്കെ? അല്ല, അതെങ്ങനെയാണ് ഞാൻ അറിയുന്നത്? ഞാനൊന്ന് നോക്കട്ടെ. അവരെ ഓരോരുത്തരെയായിട്ട് നോക്കിയിട്ട് ഞാൻ പറയാം. ഇങ്ങനെ പറഞ്ഞ് അവരെ ഓരോരുത്തരെയും ഭവാനി നോക്കി പറയാൻ തുടങ്ങുന്നു. ആ ഒന്നാമതായി നിൽക്കുന്നത് പിസ്സ ഡെലിവറി ചെയ്യുന്ന ആളാണ്. രണ്ടാമത്തേത് ഐസ്ക്രീം വിൽക്കുന്നവൻ. മൂന്നാമത്തേത് പാനിപ്പൂരി വിൽക്കുന്നവൻ. നാലാമത്തേത് സമൂസ വിൽക്കുന്നവൻ. ഇവർക്കൊക്കെ എന്താ ഇവിടെ കാര്യം? ഉണ്ടല്ലോ നമ്മുടെ വികൃതികളായ 2 മരുമക്കൾ. അവരോട് ചോദിച്ചാൽ അറിയാം. അങ്ങനെ പറഞ്ഞ് രണ്ടാളും വീട്ടിലേക്ക് പോകുന്നു. പേടിയെല്ലാം ഉള്ളിൽ ഒതുക്കി നിൽക്കുകയാണ് രണ്ടുപേരും. ഹർഷവർദ്ധൻ ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്നു. ഭവാനി ഒരു വടി പിടിച്ച് അവരുടെ നേരെ ദേഷ്യത്തിൽ നോക്കുന്നു. ഇതിൽ എന്റെ ഒരു തെറ്റും ഇല്ല. എല്ലാം ലളിയാണ് ചെയ്തത്. ഞാൻ എന്തേലും ചോദിക്കുന്നതിന് മുമ്പേ നീ പറയാൻ തുടങ്ങിയോ? അപ്പോൾ ഇവിടെ എന്തൊക്കെയോ കാര്യമായി നടന്നിട്ടുണ്ട്. വേഗം പറഞ്ഞോ, കാര്യം എന്താന്ന്? ആരാ അവരൊക്കെ? ലളിത പേടിച്ച് ആ വടിയും നോക്കി ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. ഇത് കണ്ട് ലാവണ്യയ്ക്ക് ചിരി വരുന്നുണ്ട്. ചിരി പുറത്തു വരാതിരിക്കാൻ അവൾ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഹർഷവർദ്ധൻ പുറത്തേക്ക് പണവുമായി വരുന്നു. പിസ്സ ഡെലിവറി ചെയ്യുന്നവന് പണം കൊടുക്കുന്നു. അങ്ങനെ ഓരോരുത്തർക്കായി പണം കൊടുത്ത് അവരെ എല്ലാവരെയും പറഞ്ഞു വിടുന്നു. നിങ്ങളെ കുറച്ചു നേരം ഒറ്റക്കാക്കിയപ്പോൾ എനിക്ക് 2000 രൂപയാണ് ചെലവായത്. അല്ല, ഇത് മുഴുവൻ തന്നെ കഴിച്ചതാണോ അതോ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അല്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹോ, സന്തോഷം. ഇനി വാ, ഉള്ളിലേക്ക് പോകാം. നിങ്ങൾക്ക് വേണ്ടി അമ്മായി ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കേട്ടതും അവർക്ക് സന്തോഷമാകുന്നു. ഹായ്, ബിരിയാണി! ഇവിടുത്തെ ബിരിയാണി നല്ലതായിരിക്കും അല്ലേ? എത്ര നല്ലതാണെന്ന് നിങ്ങൾ കഴിച്ചിട്ട് പറ. വാ, പോവാം. അമ്മായി ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. ആരെയാ നോക്കുന്നത്? എന്നെ. എന്നാ നീ ഇവിടെ നിന്നോ, ഞാനും ലാവണ്യയും പോയി കഴിച്ചിട്ട് വരാം. അത് കേട്ടതും ഒറ്റ ഓട്ടമായിരുന്നു അവൾ വീടിനകത്തേക്ക്. അത് കണ്ട് ഭവാനിയും ഹർഷവർദ്ധനും ചിരിക്കുന്നു. എല്ലാവരും വീടിനകത്തേക്ക് പോകുന്നു. ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് തമാശക്കാരികളായ മരുമക്കൾ ഭാഗം 5 കാണാം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.